ഹലോ, വെൽക്കം ബാക്ക് ടു രജനി കിച്ചൻ. ഇന്ന് നമുക്ക് ചോറ്റുമുട്ട ഉണ്ടാക്കാം. ഇത് പാലക്കാട് മാത്രം ഉള്ളൊരു റെസിപ്പിയാണോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ പാലക്കാടുകാർക്ക് പോലും പലർക്കും അറിയാത്തൊരു റെസിപ്പിയായി എനിക്കറിയാം. അപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മ ഞങ്ങളെ വളരെ ചെറുപ്പത്തിലാണ് ഇത് അമ്മ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആദ്യം കാണാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടയരിയുടെ ചോറാണ്. അപ്പോൾ നമുക്ക് തലേ ദിവസം ചോറ് ബാക്കി വന്നു, നമുക്ക് പഴങ്കഞ്ഞി ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല, വീണ്ടും ആ ചോറ് തിളപ്പിച്ചൂറ്റി നമുക്ക് വീണ്ടും ചോറായിട്ട് ഉപയോഗിക്കാനും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് സവാളയും കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പൊക്കെ അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്ര മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കണ്ടു. ഇനി നമുക്ക് അത് ബാക്കി ചെയ്യാനുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള പാനും വേണം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ വളരെ കുറവ് എണ്ണയും മതി. ഇപ്പോൾ സ്റ്റൗവിലായതുകൊണ്ട് നമുക്ക് ചീനച്ചട്ടി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് യഥാർത്ഥത്തിൽ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളിപ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പം പണ്ട് കാലത്ത് അടുപ്പിലാണല്ലോ, അപ്പോൾ എന്തായാലും കനലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എൻ്റെ വീട്ടിലെ അമ്മ ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കാറില്ല. അപ്പോൾ അമ്മയ്ക്ക് തന്നെ ഈ റെസിപ്പി മറന്നു പോയിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, ഇങ്ങനെ നമ്മൾ ചോറ് ഇങ്ങനെ ബാക്കി വരുമ്പോൾ ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട് അടുപ്പിൽ വെച്ച് ഇങ്ങനെ വരട്ടിയെടുത്ത് തരാറില്ലേ? ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ തേനീച്ച കൂട് പോലെ ഉണ്ടാവും അത് കാണാനായിട്ട്, നല്ല റെഡ് കളറുള്ള തേനീച്ച കൂട് പോലെ. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പി അമ്മ ഉണ്ടാക്കി തരാറില്ലേ? അമ്മയ്ക്ക് തന്നെ ഓർമ്മയില്ല അതെന്താണ്, അതിൻ്റെ പേര് തന്നെ മറന്നുപോയി. എനിക്കിതിൻ്റെ പേരൊന്നും വശമില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ ഈ ഇടയ്ക്കാണ് എനിക്ക് ഇതിൻ്റെ പേര് കിട്ടിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാം റെസിപ്പി എനിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നറിയാം, പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പേര്. അപ്പോൾ ഞാൻ 2 വർഷം മുമ്പ് അടക്കം ഞാൻ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ അടുത്ത് പോയപ്പോഴും ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു റെസിപ്പി ഉണ്ട്, ഉള്ളിയും മുളകും ഇട്ട് അരച്ചിട്ട് ചോറ് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ അടുപ്പിലിട്ടിട്ട് ഇങ്ങനെ വരട്ടി എടുക്കും. അങ്ങനെ ഒരു റെസിപ്പി ഉണ്ട്, അമ്മ ഉണ്ടാക്കി തരാറുണ്ട്. പക്ഷേ അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ല. അച്ഛമ്മ, ഞാൻ അച്ഛൻ്റെ പെങ്ങളെയൊക്കെ ഞങ്ങൾ അച്ഛമ്മ എന്നാണ് വിളിക്കുക. അപ്പോൾ അച്ഛമ്മ ഒന്ന് ഉണ്ടാക്കി, അച്ഛമ്മയ്ക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി തരുമോ ചോദിച്ചു. പക്ഷേ അച്ഛമ്മയ്ക്ക് ഒട്ടും വശമില്ല അത്. ഞാൻ ചോറ് മിക്സിയിലിട്ടിട്ടൊന്ന് അരയ്ക്കുവാണ്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് ഊണ് കഴിക്കാൻ ഉപയോഗിക്കുന്ന അരി പൊന്നി റൈസാണ്. അപ്പോൾ അത് അമ്മിക്കല്ലിൽ തന്നെയാണ് അരച്ചിരുന്നത്. അതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. ഇച്ചിരിയൊക്കെ ചോറ് കിടന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, നന്നായിട്ട് അരയ്ക്കണമൊന്നുമില്ല. കൂള് പോലെ ആയി പോകും. അത് അത്രയ്ക്ക് വേണ്ട, നമുക്ക് ചോറാണെന്നുള്ളത് അറിയണ്ടേ. അടുപ്പിലൊക്കെ ആക്കുകയാണെങ്കിൽ നമുക്ക് അരഞ്ഞതുകൊണ്ട് പ്രശ്നമില്ല, കാരണം അതിങ്ങനെ ശരിക്കും നല്ല വേഫിൾ പോലെ തന്നെ ഇരിക്കുന്നതിന് പറയാം, റൈസ് വേഫിൾ എന്ന് തന്നെ പറയാം. അതിന് കുറച്ച് സ്പൈസി റൈസ് വേഫിൾ എന്നായിട്ട് തന്നെ പറയാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് അടിപൊളി റെസിപ്പിയാക്കി എടുക്കാൻ പറ്റും ഇതിന്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മാഷ് ചെയ്ത ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം കുറച്ച് ചോറങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് ബാക്കിയുള്ളത് അരച്ചെടുത്തോളൂ. അങ്ങനെ നമ്മൾക്ക് ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച്, ഇതിന് കുറച്ച് അധികം വെളിച്ചെണ്ണ തന്നെ വേണം, നിർബന്ധമായും വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്യുക. ഇനി മുളക്, ഉള്ളി, ഇച്ചിരി ഉപ്പ്, വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇത് നല്ലോണം ഫ്രൈ ആയി വരും. നമ്മൾ ചോറ് എത്രയോ ഉണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന ചോറ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഞാൻ ഇഡ്ലിക്ക് വേണ്ടിയിട്ട് ഞാൻ ചമ്മന്തി അരച്ച് വെച്ചിരുന്നു. അപ്പോൾ ആ മുളക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു ചെറിയ ഒരു സവോള, നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് നമ്മൾ ഇഡ്ലിക്ക് വേണ്ടി ഉണ്ടാക്കിയ മുളകാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് ബാക്കി വരുന്ന സമയത്ത്, ചോറ് എന്നും നമ്മൾ പഴങ്കഞ്ഞി കഴിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ. ഇതിപ്പോൾ മുളക് അരച്ചപ്പോൾ കുറച്ച് എരിവിൻ്റെ കുറവുണ്ട്. അപ്പോൾ ചോറിനും കൂടെ എരിവ് വേണമല്ലോ. അപ്പോൾ അതിനുമായിട്ട് കൂടെ കുറച്ച് മുളക് പൊടി ഞാൻ യൂസ് ചെയ്തു. ഉപ്പ് എപ്പോഴും നല്ല ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഏകദേശം നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ ഈ ഇടുന്ന ക്വാണ്ടിറ്റി ചിലപ്പോൾ നമുക്ക് അവസാനത്തേക്ക് ഫ്രൈ ആയി വരുമ്പോൾ കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ ഉപ്പ് ഭയങ്കരമായി മുന്തി നിൽക്കും, നമുക്ക് ടേസ്റ്റ് അത്ര ഫീൽ ചെയ്യില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളുടെ ഈ ഒരു റെസിപ്പി പരമ്പരാഗതമായൊരു റെസിപ്പിയാണ്. അതായത് നമ്മൾക്ക് മടുപ്പില്ലാതെ നമ്മളുടെ ഫുഡ് ഐറ്റംസ് നമ്മൾ അധികം വേസ്റ്റ് ചെയ്യാണ്ട്, ഒന്നും നമ്മൾക്ക് കളയാനില്ല. ഇപ്പോൾ ഒരു കാക്കയ്ക്കോ അല്ലെങ്കിൽ പൂച്ചയ്ക്കോ ഒക്കെ നമുക്ക് കുറച്ച് അവർക്കും ജീവിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ഫുഡൊക്കെ നമ്മൾ പുറത്തിടാറുണ്ട് അല്ലേ. എങ്കിലും
മാക്സിമം ചോറ്, അതുമാതിരി മറ്റ് കറികൾ, പച്ചക്കറികൾ, ഇതൊക്കെ ഈ സ്റ്റേജിൽ ഇപ്പോഴത്തെ നമ്മുടെ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ തീർച്ചയായും നമ്മളെ എങ്ങനെ മാറ്റിയെടുത്ത് നമുക്ക് ഫുഡ് നമ്മൾ വേസ്റ്റ് ചെയ്യാണ്ട് ഉപയോഗിക്കാം. ഏതൊരു സാധനവും നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഏത് നേരവും നമുക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ട് പോലെ നമുക്ക് ഇപ്പോൾ രസമുണ്ടാക്കി ഇതിനെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കൊരു തോരൻ പോലെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഗുണവും കൂടെ നമ്മുടെ ഈ ചോറ്റുമുട്ടയ്ക്കുണ്ട്. അപ്പോൾ ഞാൻ ഇത് നേരത്തെ കാണിച്ചിരുന്നത് രസം, ഞാൻ ടൊമാറ്റോ പരിപ്പ് രസം ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ സെർവ് ചെയ്ത ഒരു ഐറ്റമായിരുന്നു ചോറ്റുമുട്ട. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് അപ്ലോഡ് ചെയ്ത് തരാം, നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ പ്രസൻറ്റ് ചെയ്ത് തരുമ്പോൾ അന്ന് ഞാൻ വാക്ക് തന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഒരു ടീസ്പൂണെങ്കിലും, ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്ക് ഒരു 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുക. ഉപ്പ് ഇപ്പോൾ നമുക്ക് കുറവാണെന്ന് തോന്നിയാലും ഏറ്റവും അവസാനം വരെയും നമ്മൾ ഉപ്പ് വളരെ നമുക്ക് കുഴപ്പമില്ല, എന്നാൽ കറക്റ്റായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിൽ ഇത് കൂടും. അപ്പോൾ അങ്ങനെ വേണ്ട. അപ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും കഴിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഉപ്പ് എന്തായാലും ശ്രദ്ധിച്ചേ ഇടാവൂ കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഉപ്പിട്ടിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അവസാനം അത് കറക്റ്റായിരിക്കും. അത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, അടുപ്പിലാണ്, നമ്മൾ കനലിലാണ്, അടുപ്പ് കത്തിക്കൊന്നുമില്ല. നമ്മളെല്ലാ പണികളും ഇപ്പോൾ അടുപ്പിൽ ചെയ്തതിന് ശേഷം ചീനച്ചട്ടിയിൽ ഇട്ടിട്ട്, അപ്പോൾ അതിൽ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അടുപ്പ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ ദേ ഇങ്ങനെ ഒരു എല്ലാം കൂടെ ഇങ്ങനെ യോജിച്ച് ഇങ്ങനെ ഒരു ദോശ പോലെ ഇങ്ങനെ ഒരു ചോറ് അങ്ങനെ ആവും. ശരിക്കും അത് നല്ലൊരു രസമാണ്. എനിക്കിപ്പോഴും ഉണ്ട് ആ നാവലിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഒരിക്കൽ അടുപ്പിലത് ഉണ്ടാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ അടുപ്പൊന്നും ഇല്ലാത്ത കാരണം നല്ലൊരു ക്രിസ്പി ആയിരിക്കും. ഇങ്ങനെ എല്ലാ ചോറും ഇതുപോലെ ഇങ്ങനെ ഫ്ലാറ്റായി കിട്ടും അടുപ്പിലാവുമ്പോൾ. അപ്പോൾ അത് നല്ലൊരു ക്രിസ്പിനെസ്, നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വാട്സപ്പിലൂടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഷെയറിംഗ് ആണ് എനിക്ക് ഏറ്റവും സപ്പോർട്ടീവ്. ഞങ്ങളെമാതിരി പുതുതായിട്ട് തുടങ്ങിയ ചാനലുകാർക്ക് വളരാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ കാണുന്ന എല്ലാവർക്കും, കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മൂപ്പിച്ചെടുത്തത് കൊണ്ടാണ്, ഇപ്പോൾ നമുക്ക് ഈ നോൺ സ്റ്റിക്കിലായതുകൊണ്ടാണ് അതിങ്ങനെ ചോറ് വേറെ വേറെ ആയത്. പിന്നെ ഞാൻ കുത്തരിയാണല്ലോ, നമുക്ക് മട്ടരിയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. ശരിക്കും പൊന്നി റൈസിലാകുമ്പോൾ ശരിക്കും നല്ല ഫ്ലാറ്റനായി കിട്ടും. നല്ല അടിപൊളി റെസിപ്പിയാണ്. പിന്നെ ഇതിന് സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല. ഇത് തന്നെ ഒരു സൈഡ് ഡിഷായിട്ട് ഞാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഇച്ചിരി പപ്പടമൊക്കെ വറുത്ത് വെച്ചിരുന്നു. അന്ന് രസത്തിന് വേണ്ടിയും പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെയാണ് ഇതിന് വേണ്ടി ഗാർണിഷ് ചെയ്യാനായിട്ടും ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ഇഷ്ടമാവും. ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് ഇതൊരു പുതിയ റെസിപ്പി ആയിരിക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. എന്താ ആരും കമൻറ്റ് ചെയ്യാത്ത എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യൂ. നല്ലൊരു റെസിപ്പി തന്നെയാണ് നിങ്ങൾക്കായി ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. പാലക്കാടിൻ്റെ സ്വന്തം ചോറ്റുമുട്ട. ഓക്കെ, അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. Till then, bye from Rajani. Thank you for watching.